ആം ആദ്മിയുടെ അധികാരത്തിൽ വന്നാൽ സപ്ലൈകോയുടെ പേരുകൾ മാറും, സപ്ലൈകോയുടെ രൂപം മാറും. ജനങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള സാധന സാമഗ്രികൾ അവരുടെ വീട്ടുപടിക്കലെത്തുന്ന സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ നിങ്ങൾ കേൾക്കണം, നമ്മുടെ ആദരണീയനായ ആം ആദ്മി പാർട്ടിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസന്റെ ഒരൊറ്റയാളുടെ ഇടപെടൽ നമ്മൾ കണ്ടുകഴിഞ്ഞു. എന്താ, കേരളത്തിന്റെ 4 സ്ഥലങ്ങളിലേക്കും ആയിരക്കണക്കിന് ആളുകൾ അദാലത്തിലേക്ക് ഒഴുകിയെത്തി. അത് ചരിത്രമാ, ഇന്ന് വരെയും അങ്ങനെ ഉണ്ടായിട്ടില്ല. ജനങ്ങൾ പ്രതികരിച്ചു. രാത്രി ഉടനീളം അവരിൽ നിന്ന് കേൾക്കേണ്ടി വന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹം നേരിട്ട് വക്കീലായി തന്നെ വക്കീൽ യൂണിഫോമിൽ കടന്നു ചെന്ന് അവിടെ അദാലത്തിൽ അറ്റൻഡ് ചെയ്തു. കാര്യങ്ങൾ അവതരിപ്പിച്ചുള്ള ഒരു ദിവസമാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച്. കാരണം അകാരണമായി, അന്യായമായി, അനീതിയോടെ ഞങ്ങളുടെ നേതാവിനെ തുറുങ്കിലടച്ച BJP ഗവൺമെന്റിന് അതിശക്തമായ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി വരികയും നമ്മുടെ നേതാവ് പുറത്തേക്ക് വരികയും ചെയ്യുന്ന ദിവസമാണ്. ഇതിനു മുൻപേ തന്നെ തീരുമാനിക്കപ്പെട്ട ഒരു പ്രതിഷേധ പരിപാടിയാണ് ഞങ്ങൾ സപ്ലൈകോകളുടെ മുൻപിൽ ഈ ഓണക്കാലത്ത് പ്രതിഷേധം നടത്തുമെന്ന് സൂചിപ്പിച്ചത്. ഞങ്ങൾക്ക് ആഹ്ലാദമുണ്ടെങ്കിൽ പോലും ആ ആഹ്ലാദം ഒരു വശത്ത് മാറ്റിവെച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സപ്ലൈകോ പോലുള്ള ഇത്തരം പ്രസ്ഥാനങ്ങളിൽ നടക്കുന്ന കൊള്ളകൾ, കൊള്ളരായ്മകൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ട് സർക്കാരിനെ അതിനെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധം ഞങ്ങൾ ഇവിടെ നടത്തുക. എന്നാൽ ഞങ്ങളുടെ ആഹ്ലാദം ഞങ്ങൾ മാറ്റുന്നില്ല. ഇന്ന് വൈകുന്നേരം കോതമംഗലം ടൗണിൽ ഞങ്ങൾ ഇതിന്റെ ആഹ്ലാദ സൂചകമായി കേജ്രിവാൾ പുറത്തു വന്നതിന് സൂചകമായിട്ടുള്ള ആഹ്ലാദ പ്രകടനം ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചു കഴിഞ്ഞു, സപ്ലൈകോ എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് അത് അഴിമതിയുടെ ഒരു കൂമ്പാരമായി മാറിയിരിക്കുകയും ഒരു സാധനങ്ങളും സബ്സിഡി നിരക്കിൽ ജനങ്ങൾക്ക് കൊടുക്കാതെ അതിന്റെ കമ്മീഷൻ പറ്റിക്കൊണ്ട് ഇന്ന് വൻകിട മുതലാളിമാരും വൻകിട കച്ചവടക്കാരും തടിച്ചു കൊടുക്കുന്ന ഒരു കാലാവസ്ഥ, ഒരു കാലഘട്ടം, ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതിനധികം ആയുസ് ഉണ്ടാവില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആം ആദ്മിയുടെ അധികാരത്തിൽ വന്നാൽ സപ്ലൈകോയുടെ പേരുകൾ മാറും, സപ്ലൈകോയുടെ രൂപം മാറും. ജനങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള സാധന സാമഗ്രികൾ അവരുടെ വീട്ടുപടിക്കലെത്തുന്ന സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ആം ആദ്മി എന്ന് പറയുക. ഇത് കേവലം പൊള്ളയായ വാക്കുകളല്ല, മറിച്ച് ചരിത്രത്തിന്റെ ഏടുകളിൽ നാളെ എഴുതപ്പെടാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഡൽഹിയിലും പഞ്ചാബിലുമെല്ലാം പറഞ്ഞിട്ടുള്ള വാക്കുകൾ അത് അതേപടി അനുസരിച്ച് ജനങ്ങൾക്ക് കാഴ്ചവെച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റിനെയാണ് തല്ലി തകർക്കുവാൻ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നതെങ്കിലും അത് അടിക്കടി പടർന്ന് പന്തലിച്ച് ഇന്ന് രാജ്യമൊട്ടാകെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. നമുക്കെല്ലാം കാണാം, നാളെ കഴിഞ്ഞ് ഓണമാണ്. മലയാളികളുടെ ദേശീയ ഉത്സവം പോലെ നാം ആഘോഷിക്കുന്ന ഓണം വിഭവസമർത്ഥമായ ഐറ്റങ്ങളെല്ലാം ചേർത്ത് ഇലയിൽ വെച്ച് തന്റെ മക്കളോടും തന്റെ ജീവിത പങ്കാളിയോടും മാതാപിതാക്കളോടും ഒപ്പം ഇരുന്നു കൊണ്ട് ഓണം ഉണ്ണേണ്ട ദിവസം ആ ചേട്ടൻ സാധനങ്ങൾ വാങ്ങിക്കാൻ, നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിലെ സാമ്പത്തിക പ്രതിസന്ധി, ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവൻ ആശ്രയിക്കുവാനായി ഓടിയെത്തുക ഒരുപക്ഷെ ഒരു സപ്ലൈകോയിലേക്കാണ്. അരി വാങ്ങിക്കാനായി വന്ന ചേട്ടൻ വേദനയോടെ നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. അരിയില്ല. സപ്ലൈകോയിൽ നാളെ കഴിഞ്ഞ് നടക്കുന്ന ഓണത്തിന് ഒരു നേരം ഉണ്ണുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചോറുണ്ണുവാൻ വേണ്ടിയിട്ട് അരി വാങ്ങുവാൻ വന്ന ചേട്ടന് കിട്ടിയ മറുപടിയാ അടുത്തയാഴ്ച വരുമെന്ന്. ഓണം മാറ്റിവെക്കാൻ നമുക്കാകുമോ? ഓണം നാളെ കഴിഞ്ഞാണ്. അപ്പോൾ പല സാധനങ്ങളും ഇത്തരത്തിൽ ഇവിടെ നിന്ന് കിട്ടുന്നില്ല എന്നാണ് ആ ചേട്ടൻ മറുപടി പറഞ്ഞത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊരു വ്യക്തിയുടെ കേസല്ല, പല ആളുകളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഗോപിച്ചേട്ടൻ പറഞ്ഞില്ലേ, പലപ്പോഴും പണ്ട് സപ്ലൈകോയുടെ മുൻപിൽ, നീതി സ്റ്റോറിന്റെ മുൻപിൽ, റേഷൻ കടകളുടെ മുൻപിലൊക്കെ ആളുകൾ ക്യൂ നിന്നുകൊണ്ട് സാധനം വാങ്ങിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം മാറി. ജനങ്ങൾക്കറിയാം ഇവിടെ വന്നാൽ നമുക്ക് കിട്ടുന്നത് മറുപടികളാണ്. ഇത് പറഞ്ഞതുപോലെ എഴുതി വെക്കപ്പെട്ട മറുപടികൾ, ഇല്ല എന്ന് എഴുതി വെക്കപ്പെട്ട മറുപടികളാണ്. അതാണോ മനുഷ്യന് ആവശ്യം? മറുപടി കിട്ടിയാൽ നമ്മുടെ വിശപ്പടങ്ങില്ല. അതുകൊണ്ട് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ, LDF സർക്കാർ കണ്ണുകൾ തുറന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് റേഷൻ കടകൾ വഴിയും സപ്ലൈകോ വഴിയും നീതി സ്റ്റോറുകൾ വഴിയും ജനങ്ങൾക്ക് ആവശ്യപ്പെട്ട അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കുവാൻ തയ്യാറാകണം.
തയ്യാറാകാത്ത പക്ഷം ഞങ്ങൾ ഇന്നലെ തുടങ്ങിവെച്ച, ഇതിനു മുൻപ് തുടങ്ങിവെച്ച ഈ പ്രതിഷേധ പരിപാടികൾ തുടരുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകുന്നതല്ല. ഇതിവിടെ ആദ്യത്തെ സമരമല്ല. ഇതിനു മുൻപ് പല സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, ഫലങ്ങൾ കണ്ടിട്ടുണ്ട്. വീണ്ടും അതേ സ്ഥിതി തന്നെ തുടരുമ്പോൾ ഞങ്ങൾ കടങ്ങിയിരിക്കാനാവുകയില്ല. ഇത് സപ്ലൈകോയുടെ മാത്രം വിഷയമല്ല. ഇവിടെ പറഞ്ഞല്ലോ KSEBിയുടെ വിഷയങ്ങൾ, KSRTCയുടെ വിഷയങ്ങൾ, കേരള വാട്ടർ അതോറിറ്റിയുടെ വിഷയങ്ങൾ, PHSയുടെ വിഷയങ്ങൾ തുടങ്ങി ജനങ്ങളെ ബാധിക്കുന്ന ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, ആ പ്രശ്നങ്ങളിലേക്കൊക്കെയും ആം ആദ്മി പാർട്ടി കോതമംഗലം കടന്നു ചെല്ലുക തന്നെ ചെയ്യും. അതിന് ഉത്തരം കിട്ടുന്നതുവരെയും ഞങ്ങൾ അവിടെ ഉണ്ടാകും. ഇവിടെ സൂചിപ്പിച്ചില്ലേ, കഴിഞ്ഞ ദിവസം KSEBിയുടെ വർധനവ്, ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് അദാലത്തുകൾ നടത്തിയപ്പോൾ കേരളത്തിൽ 14 ജില്ലകളുള്ളതിൽ 4 സ്ഥലങ്ങളിൽ 50-ലധികം ആളുകളെ വെച്ച് അദാലത്തുകൾ നടത്തിയാൽ അതിന് പൂർണ്ണമാകുമെന്ന് വിശ്വസിച്ച KSEBിയുടെ അധികൃതർ അല്ലെങ്കിൽ കമ്മീഷന്റെ ആളുകൾ, 50 പേരെന്ന് പറയുന്നത് അത് ഈ പറയുന്ന KSEBിയുടെ ആളുകൾ തന്നെയാ. അവർ വന്നിരിക്കും, അതിന് കൈയടിക്കും, പാസ്സാക്കും, അവർക്ക് അനുകൂലമായ റിപ്പോർട്ടുകൾ കൊടുക്കും, ചാർജ് വർദ്ധിപ്പിക്കും, പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ അത് കയറ്റിവെക്കും. ഇതാ സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നിങ്ങൾ കേൾക്കണം, നമ്മുടെ ആദരണീയനായ ആം ആദ്മി പാർട്ടിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസന്റെ ഒരൊറ്റയാളുടെ ഇടപെടൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താ, കേരളത്തിന്റെ 4 സ്ഥലങ്ങളിലേക്കും ആയിരക്കണക്കിന് ആളുകൾ അദാലത്തിലേക്ക് ഒഴുകിയെത്തി. അത് ചരിത്രമാ. ഇന്ന് വരെയും അങ്ങനെ ഉണ്ടായിട്ടില്ല. ജനങ്ങൾ പ്രതികരിച്ചു. രാത്രി ഉടനീളം അവരെന്ന് കേൾക്കേണ്ടി വന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹം നേരിട്ട് വക്കീലായി തന്നെ വക്കീൽ യൂണിഫോമിൽ കടന്നു ചെന്ന് അവിടെ അദാലത്തിൽ അറ്റൻഡ് ചെയ്തു, കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇന്ന് വന്ന വാർത്ത നമ്മൾ കണ്ടല്ലോ. ഇന്ന് നമ്മൾ വാർത്ത എന്താ കേട്ടത്? ഇത്തരത്തിലുള്ള അദാലത്തുകളിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ, 4 ജില്ലകളിൽ മാത്രം നടത്തിയാൽ പോരാ, 14 ജില്ലകളിലെയും ആളുകളുടെ ആകുലതകൾ കേൾക്കണമെന്ന്. ആ ആകുലതകൾ കേൾക്കുവാൻ ഒരു റിട്ട് ഹർജി കൊടുത്തിട്ടുണ്ട്. ആ ഹർജി 30-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുക. എന്ന് വെച്ചാൽ കോടതി അത് എടുത്തു എന്നർത്ഥം. അതിനൊരു മറുപടി ഉണ്ടാകും, ഉണ്ടാവാതിരിക്കില്ല. അതുപോലെ തന്നെയാ ആളുകളോട് ഇത്തരത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ ഈ കമ്മീഷൻ KSEBിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇത് കൂട്ടുവാനുള്ള ശുപാർശയല്ലാതെ കുറയ്ക്കുവാനുള്ള ശുപാർശ തരുവാൻ നിങ്ങൾ എന്തേ ഇതുവരെ നിങ്ങളോട് ചോദിക്കാത്തത് എന്ന്. അതുകൊണ്ട് കൂട്ടുവാനും കുറയ്ക്കുവാനും അധികാരമുള്ള കമ്മീഷനുകളാവണം നമ്മുടെ കമ്മീഷനുകൾ. അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ മാറണം. അതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, അതല്ലേ സാധാരണക്കാരന്റെ പാർട്ടി, അതല്ലേ ആം ആദ്മി പാർട്ടി എന്ന് പറയുക. ആ ആം ആദ്മി പാർട്ടി സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമ്മൾ നാളെയും ഉണ്ടാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം സർക്കാർ കാണുന്നില്ല എങ്കിൽ തീർച്ചയായും ആം ആദ്മി പാർട്ടി മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ ധർണാ സമരത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്ന് കേജ്രിവാൾ പുറത്തിറങ്ങിയതിന്റെ പേരിലുള്ള ആഹ്ലാദവും ഞങ്ങൾ ഈ പ്രതിഷേധ സമരത്തിൽ തന്നെ വെച്ചുകൊണ്ട് രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ആം ആദ്മി, ജയ് കേജ്രിവാൾ.